ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ വെജ് സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ വെജ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്ര വെജിറ്റബിൾസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ്, തക്കാളി, 2 ചെറിയ തക്കാളിയാണ്, ഒരു സവോള, മീഡിയം സൈസ് സവോളയാണ്, അതൊരു ക്യാപ്സിക്കാണ്, മല്ലിയില. ക്യാപ്സിക്കം മുഴുവനും ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമേ ഞാൻ ഈ വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ ഞാനൊരു ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ, ഇത് ക്യാപ്സിക്കാണ്. ഇത്രയും ക്യാപ്സിക്ക ഞാൻ എടുത്തിട്ടുള്ളൂ. വലിയൊരു ക്യാപ്സിക്കാണ് എടുത്ത് വെച്ചിരുന്നെങ്കിലും അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് മല്ലിയിലയാണ്. മല്ലിയില ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് സവോള, ചെറിയൊരു സവോളയാണ്, അത് ഈ രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. 50 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ ബട്ടർ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിളും ബട്ടറും എല്ലാം കൂടി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ബട്ടറും വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. സാൻഡ്വിച്ച് ബ്രെഡാണിത്, വീതി കൂടിയ ബ്രെഡ്. ഇതിലേക്ക് ഞാനൊരല്പം ബട്ടറും കൂടെ, ഇതിൻ്റെ അടിയിലേക്ക് അല്പം ബട്ടറും കൂടെ തേക്കാണ്. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു പീസും കൂടെ നമുക്കിട്ട് കവർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ ബ്രെഡിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. താങ്ക്